കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രൂപേഷാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. രൂപേഷാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അതുപോലെ തന്നെ സുഭാഷും ഹരീഷും അതേപോലെ സുധീഷും എല്ലാം ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ രൂപേഷിന് അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പം നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ അമ്മയെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം കുറേ നാളിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്ന് ഇവിടുന്ന് ലോറി എടുത്ത് അന്ന് പോയതാണ് അച്ഛൻ പിന്നെ തിരിച്ചു വരത്തില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോഴത്തേക്ക് സുഭാഷ് ഏട്ടൻ ഞങ്ങളുടെ അച്ഛനും അമ്മയായി മാറി. അതിന് കുറേ കാലത്തിന് ശേഷം അച്ഛൻ വീണ്ടും തിരിച്ചു വന്നു. കൂടെ ഈ പറഞ്ഞ രൂപേഷിൻ്റെ അമ്മയും രൂപേഷും ഉണ്ടായിരുന്നു എന്ന് സുധീഷ് പറയണം. അന്ന് മുട്ടേ അവൻ ഞങ്ങളുടെ അനിയനാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. ആരൊക്കെ അവനെ ഉപേക്ഷിച്ച് പോയാലും ഞങ്ങൾ അവനെ സ്വന്തം അനിയനായിട്ട് തന്നെയാണ് കരുതിയേക്കുന്നതെന്നുള്ള കാര്യം സുധീഷ് നിധിയെടുത്ത് പറയണം. നിധി ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടപ്പെടുകയാണ്. അങ്ങനെ എന്തായാലും രൂപേഷിനെ ഒരുവിധം ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടെ രൂപേഷിനെ പറഞ്ഞ് കോളേജിലേക്ക് വിടുന്നുണ്ട്. അപ്പം രൂപേഷ് കോളേജിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴും ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ കോളേജിലേക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ സൈക്കിളിൽ ഇങ്ങോട്ട് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനാണെങ്കിൽ സൈക്കിൾ കൊണ്ടുവന്ന് രൂപേഷിൻ്റെ അടുത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ രൂപേഷ് പറയുകയാണ്, ഇതുവരെ ആ വീട് ഒരു നരകമായിരുന്നെങ്കിലും എൻ്റെ സ്വന്തം വീടാണെന്നുള്ള ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് വേണ്ടല്ലോ, അതെൻ്റെ സ്വന്തം വീടല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഭാസ്കരനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് ഇത്രയും നാളെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഏട്ടന്മാർക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. നിങ്ങൾക്കെങ്കിലും എന്നോട് പറയാമായിരുന്നല്ലോ എന്ന് ഭാസ്കരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ ഒന്നും മിണ്ടുന്നില്ല. ഇനി ആ വീട് എൻ്റെ സ്വന്തം വീടല്ല, അത് എനിക്ക് ബോധ്യമായെന്ന് രൂപേഷ് പറയുകയാണ്. ഭാസ്കരനാണെങ്കിൽ വിഷമത്തോടെ ഇങ്ങനെ രൂപേഷിനെ നോക്കുകയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയില്ല എന്നോട് ഇത് പറയാമെന്ന് രൂപേഷ് പറയാണ്. ഭാസ്കരൻ പറയാണ്, പിന്നെ നീ എന്നോട് കുത്തിന് പിടിച്ച് ചോദിച്ചുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം രൂപേഷ് പറയാണ്, അത് എനിക്കങ്ങനല്ല, നിങ്ങൾക്കതിന് ഒരു പ്രശ്നമായിരിക്കത്തില്ല, പക്ഷേ എനിക്കങ്ങനല്ല, ഇതൊരു വലിയ കാര്യം തന്നെയാണെന്ന് രൂപേഷ് പറയാണ്. എന്തായാലും ഇതെല്ലാം ഞാൻ അറിഞ്ഞല്ലോ, താമസിച്ചാലും ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. അങ്ങനെ രൂപേഷാണെങ്കിൽ അങ്ങ് നടന്നു പോവുകയാണ്. ഭാസ്കരൻ ഇങ്ങനെ രൂപേഷ് പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഭാസ്കരൻ ഇരിക്കുന്നുണ്ട്. ഭാസ്കരൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നിധിയാണെങ്കിൽ കോളേജിൽ നിന്ന് രൂപേഷ് വരാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷിനെ വിളിക്കുന്നുണ്ട്. സുധീഷ് വണ്ടിയായിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് നിധി ഫോൺ ചെയ്യുമ്പോൾ സുധീഷ് എടുക്കുന്നുണ്ട്. ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിധി, എന്താ കാര്യം വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയാണ്, രൂപേഷ് ഇതുവരെ വന്നിട്ടില്ല സുധീഷേ, അതെന്താ, അവന് വല്ല എക്സ്ട്രാ ക്ലാസ് ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അതൊന്നുമില്ല, പക്ഷേ അവൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ വരുന്ന സമയം കഴിഞ്ഞ്, എന്നും ഇതിനു മുന്നേ അവൻ എത്തുന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, അവനിങ്ങനെ എത്തുമായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, അവനെ ഇന്നലത്തെ ഒരു മാനസികാവസ്ഥയല്ല ഇന്ന് അവന് ഈ വീട്ടിലുള്ളവരാരും അവൻ്റെ സ്വന്തമല്ല എന്നൊരു തോന്നലുണ്ട്. ചെറിയ കുട്ടിയല്ലേ, എന്തെങ്കിലും ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചാലോ എന്ന് നിധി പറയാണ്. അപ്പോൾ സുധീഷിന് ആകപ്പാടെ ടെൻഷനാകുന്നുണ്ട്. സുധീഷ് പറയുകയാണ്, അവനിങ്ങനെ വരുമായിരിക്കും നിധി, ഇയാൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും സുഭാഷ് ഏട്ടനെയും ഹരീഷിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവനിങ്ങനെ വരുമായിരിക്കും, വല്ല ക്ലാസ്സും കാണുമായിരിക്കും, അതായിരിക്കും താമസിക്കുന്നത് എന്നും പറഞ്ഞ് സുധീഷ് നിധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഫോൺ വെച്ചതിന് ശേഷം ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ സുധീഷ് ഉടനെ ഹരീഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ സുധീഷ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ രൂപേഷ് വീട്ടിലെത്തിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് നിധി എന്നെ വിളിച്ച്. അപ്പം ഹരീഷ് പറയാണ്, അവനിങ്ങ് എത്തിക്കൊള്ളുമായിരിക്കും, കാരണം ക്ലാസ്സും കാണും, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരുടെയും വീട്ടിൽ പോയതായിരിക്കും എന്ന് പറയാണ്. അപ്പം സുധീഷ് പറയാണ്, നിധിക്ക് ആകപ്പാടെ ടെൻഷൻ, അവനാണെങ്കിൽ ഭയങ്കര വിഷമിച്ചൊക്കെ അല്ലേ വീട്ടിൽ നിന്ന് പോയത്, അവൻ ഇതുവരെ എത്തിയിട്ടില്ല, കൂട്ടുകാരന്മാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോവുകയാണെങ്കിൽ നിധിയെടുത്ത് പറയുമെന്നാണ് നിധി പറഞ്ഞത്, എന്തായാലും അവിടെ ഒന്നും പോയി കാണത്തില്ല, അവൻ താമസിക്കുന്നത്, എനിക്ക് ആകപ്പാട് ടെൻഷൻ എന്ന് പറയണം. ഹരീഷ് പറയാണ്, സുധീഷ് ഏട്ടൻ ടെൻഷൻ ആവണ്ട, അവനിങ്ങനെ വന്നോളൂ എന്നൊക്കെ പറയാണ്. എന്നാലും നമുക്ക് നോക്കാം, കുറച്ച് നേരം ഇവിടെ കണ്ടില്ലെങ്കിൽ നമുക്കൊന്ന് എവിടെയെങ്കിലും അവൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് അന്വേഷിക്കാം എന്ന് ഹരീഷ് പറയാണ്. അതുകൊണ്ട് സുധീഷ് ഫോൺ വെക്കുകയാണ്. സുധീഷ് നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് സന്ധ്യ മയങ്ങി. അപ്പോഴും നിധിയാണെങ്കിൽ രൂപേഷിനെ കാത്തിരിക്കുകയാണ്. അപ്പം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ സുധീഷിനെ കാണുമ്പോൾ ഉടനെ നിധി ഓടി വരികയാണ്.
സുധീഷ് ചോദിക്കുകയാണ്, രൂപേഷ് വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സുധീഷേ, ഇതുവരെ വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആകപ്പാടെ ഒരു മാനസികാവസ്ഥയിലാണ് രൂപേഷിൻ്റെ അവസ്ഥ. നിങ്ങൾ ആരെങ്കിലും രൂപേഷിനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പം നിധിയടുത്ത് സുധീഷ് പറയുകയാണ്, ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ കിട്ടില്ല. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാനും വിളിച്ചായിരുന്നു പക്ഷേ അവനെ കിട്ടുന്നില്ല. എന്തായാലും നമുക്കൊന്ന് പോയി അന്വേഷിക്കാമെന്ന് സുഭാഷ് പറയണം. അവൻ്റെ കൂട്ടുകാരന്മാരത്തൊക്കെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സുഭാഷും കൂടെ വണ്ടിയെടുത്ത് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ ഹരീഷാണെങ്കിൽ സുധീഷിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഹരീഷും അറിയുന്നുണ്ട് രൂപേഷ് വീട്ടിൽ വന്നിട്ടില്ലാത്ത കാര്യം. അപ്പം നീയും ഒന്ന് അന്വേഷിക്കാൻ സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷാണെങ്കിൽ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്, ബൈക്കിൽ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. സുധീഷും കൂടെ വേറെ വഴിക്ക് അന്വേഷിക്കുകയാണ്. എവിടെ പോയെന്ന് അറിയത്തില്ല, രൂപേഷിനെ കാണുന്നില്ല, എവിടെ പോയി അന്വേഷിക്കണമെന്നും അറിയത്തില്ല. അങ്ങനെ അവൻ്റെ അറിയാവുന്ന കൂട്ടുകാരുടെ അടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവിടെ എങ്ങും രൂപേഷ് ചെന്നിട്ടില്ല. എന്നിട്ട് വീണ്ടും സുഭാഷും സുധീഷും കൂടെ രാത്രി എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ഹരീഷും അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ കണ്ടെത്തുന്നില്ല. ഈ സമയത്താണെങ്കിൽ ഭാസ്കരൻ വീട്ടിൽ ഭയങ്കര സങ്കടത്തോടെ വിഷമിച്ചിരിക്കുകയാണ്. പോയപ്പോൾ അവസാനമായിട്ട് രൂപേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കുകയാണ്. തനിക്ക് ഈ വീട്ടിൽ ഇനി ആരുമില്ല, ഇത്രയും നാൾ സ്വന്തമാണെന്ന് കരുതിയവരാരും ഇനി സ്വന്തമല്ല എന്നൊക്കെ രൂപേഷ് പറഞ്ഞ കാര്യം ഭാസ്കരൻ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടെ ഭാസ്കരനും വീട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ബാക്കി എല്ലാവരും രൂപേഷിനെ അന്വേഷിച്ച് നടക്കുകയാണ്.